ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. എന്താ മോളെ? അമ്മ, പ്രിയക്കെന്തോ ആപത്ത് സംഭവിച്ച പോലെ സ്വപ്നത്തിൽ കണ്ടു. ഓ എടി, പ്രിയങ്കയ്ക്ക് സംഭവിച്ച ഏറ്റവും വലിയ ആപത്താണല്ലോ നീ. പിന്നെ നീ എന്ത് സ്വപ്നം കാണാനാ? അല്ല മുത്തശ്ശി, അവള് നിലവിളിക്കുന്ന പോലൊക്കെ എനിക്ക് തോന്നിയത്. ഹാ, അത് നിന്റെ ആഗ്രഹം. അത് മനസ്സിലിങ്ങനെ കിടക്കുമ്പോഴേ എന്ത് ശബ്ദം കേട്ടാലും നിനക്ക് അങ്ങനെയൊക്കെ തോന്നും. ഓഹ്, ആകെ ചാരി ഇരുന്ന് ഉറങ്ങാൻ ഒരു കസേരയേ ഉള്ളൂ. അതിന്റെ ഇടയിൽ അവളുടെ ഒരു സ്വപ്നവും വേഷം കെട്ടലും ഒക്കെ. ഇവിടെ ഇരുന്ന ശരിയാവില്ല. എടി, ഇവിടെ ഇരിക്കാനെങ്കിലും ഒന്ന് സമ്മതിക്കോ നീ? കുറച്ച് സ്വൈര്യം തരുമോ നീ? ഒന്ന് മിണ്ടാതിരിക്കുന്നുണ്ടോ അമ്മേ? നമ്മൾ സ്വപ്നം കാണാറില്ലേ? പേടിക്കാറില്ലേ? നമ്മൾ കാണിക്കുന്നതൊക്കെ ഇവള് കാണിക്കണമെന്നില്ലല്ലോ. ഓരോരുത്തരും അവരവരുടെ സ്ഥാനം അനുസരിച്ച് നിന്നാ മതി. സ്ഥാനം അനുസരിച്ച സ്വപ്നങ്ങൾ വരികയെന്ന് ഞാൻ അറിഞ്ഞില്ല. ഇങ്ങനൊരു സാധനം ആശ ഉറങ്ങാനും സമ്മതിക്കത്തില്ല മനുഷ്യനെ. അമ്മ, ഞാൻ വെറുതെ പറഞ്ഞതല്ല. ഇപ്പതേ കണ്ണു തുറന്നിട്ട് ഉള്ളിൽ കിടന്ന് എന്തോ പിടയ്ക്കുന്ന പോലെ തോന്നുക. അവൾക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോ? ഈ പാതിരാത്രി എനിക്ക് ഇനി വിളിച്ചു ചോദിക്കാൻ പറ്റുമോ? നാളെ രാവിലെ ചോദിക്കാം. എന്റെ മോള് സമാധാനായിട്ടിരിക്കെ. നിന്നെ ഒരു ശത്രുവായിട്ട് കാണുന്നവള അവള്. എന്നിട്ട് അവളുടെ ഒരു കാര്യം വരുമ്പോ നീ പരിഭ്രമിക്കുകയും കരയുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. അതൊന്നും മനസ്സിൽ സ്നേഹമില്ലാത്തവർക്ക് മനസ്സിലാവില്ല. സ്നേഹവും ഭക്ഷണവും ഒക്കെ അർഹതയുള്ളവർക്കേ കൊടുക്കാൻ പാടുള്ളൂ. അല്ലെങ്കിൽ അത് ഉപയോഗശൂന്യ. ഈശ്വരാ, പ്രിയയ്ക്കൊരാപത്തും വരുത്തരുതേ.